ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ചുള്ള ഇഫ്താർ പാർട്ടിയായിരുന്നു. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കാണിച്ചു തരാം. പുൽപ്പറമ്പിലുള്ള NC കൺവെൻഷണൽ സെൻറ്ററിൽ വെച്ചായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇഫ്താർ പാർട്ടി സെലിബ്രേഷൻ നടന്നത്. ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ചില പ്രോഗ്രാംസൊക്കെ നമ്മൾ കുറേ മുന്നേ പ്ലാൻ ചെയ്യും, പക്ഷേ വിചാരിച്ചത്ര സക്സസ് ആവാറില്ല. പക്ഷേ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾക്ക് അടിപൊളി ലൊക്കേഷൻ തന്നെ കിട്ടി. വളരെ ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചത്. നമ്മളുടെ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പമാണ്. അതും അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നമുക്കൊരു പ്രത്യേക അടുപ്പവും ഒരു ബോണ്ടിങ്ങും ഒക്കെ ഉണ്ട്. അവരുടെ ഓരോ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും നമ്മൾ അവരോടൊപ്പം തന്നെയുണ്ട്. അപ്പം അവരുടെ ആഘോഷമായാലും അങ്ങനെ തന്നെ. നമ്മളുടെ കൂട്ടുകാരോടൊപ്പമുള്ള ഒരു ആഘോഷം എന്ന് വെച്ചാൽ അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിലൊരു ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഈവൻറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു വെജിറ്റേറിയനാണ്. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ കൂട്ടുകാർ എനിക്ക് സ്പെഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തന്നു. അപ്പം ആ ഒരു പരിഗണന തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ശരിക്കും ഞങ്ങൾ ഒരേ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കൂടെ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാ ദിവസവും ഒന്നും കാണാൻ പറ്റില്ല, വല്ലപ്പോഴുമൊക്കെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റുള്ളൂ. അതിങ്ങനെയുള്ള ഈവൻറ്റുകളിൽ മാത്രം. അങ്ങനെ എല്ലാവരെയും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് 8 മണിയാകുമ്പോഴേക്ക് പിരിഞ്ഞു കേട്ടോ. ഇത്രയും സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഈ ഒരു ഗെറ്റ് ടുഗദർ. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തന്ന സംഘാടകർക്ക് നന്ദി. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നിരവധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം മറ്റൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.